അങ്ങനെ തെക്ക് വടക്ക് എന്ന സിനിമ ഇന്നലെ മനോരമ മാക്സ് വഴി റിലീസ് ചെയ്തിരുന്നു. പടം ഇന്നലെ രാത്രി തന്നെ കണ്ടു തീർത്തു. അപ്പോൾ പടത്തെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കിടക്കാം. അതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഇതൊരു കോളനി പരിസരമായതുകൊണ്ട് കോഴി കൂവുന്ന സൗണ്ടും പട്ടി കുരയ്ക്കുന്ന സൗണ്ടും ഒക്കെ ബാക്ക്ഗ്രൗണ്ടിലൂടെ കേൾക്കുക ഇടയാകേണ്ടി വരും. കഴിഞ്ഞൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് എനിക്ക് ഫുള്ള് തെറിവിളി ഉണ്ടായിട്ടുണ്ട്. ഇപ്പം തന്നെ കേൾക്കുന്നുണ്ട് ഒരു കോഴി കൂവുന്ന സൗണ്ട്. ഇന്ന് നേരെ വെളുത്ത ഉടനെ തന്നെ വീഡിയോ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, ജോലിക്ക് പോകേണ്ട തിരക്ക് കൊണ്ടാണ് ഇത്രയും നേരം വെളുത്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ സൗണ്ടൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം. സിനിമയിൽ പ്രധാന വേഷത്തെത്തുന്നത് സുരാജും വിനായകനുമാണ്. ഇവർ തമ്മിലുള്ള ഈഗോ ക്ലാഷുകളാണ് സിനിമയിൽ പറയുന്നത്. കുട്ടിക്കാലം മുതലേ ഇവർ ശത്രുക്കളാണ്. അവർ ഇങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള പാരവെപ്പാണ് സിനിമയിലെ മെയിൻ ത്രെഡ്. അതൊക്കെ ഒരു പരിധി വരെ രസം തോന്നിക്കുമെങ്കിലും ചില സീനുകൾ നന്നായി ലാഗ് അടിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ മക്കളുടെ സീനൊക്കെ വരുമ്പോൾ നന്നായി എഴുന്നേറ്റ് നിന്ന് കൂവാൻ തോന്നിയിട്ടുണ്ട്. പിന്നെ ആകെക്കൂടെ പോസിറ്റീവ് എന്ന് പറയുന്നുണ്ടെങ്കിൽ സുരാജിൻ്റെയും വിനായകൻ്റെയും അഭിനയമാണ്. സുരാജിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് വിനായകനാണെന്ന് പറയേണ്ടി വരും. അത്രയ്ക്ക് ഗംഭീരമായ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. മൊത്തമായി പറഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയായിട്ടേ തോന്നിയിട്ടുള്ളൂ. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല നിങ്ങളുടെ അഭിപ്രായം. എനിക്ക് കുറച്ച് നെഗറ്റീവ് തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെന്നില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.